ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായത തുറന്നു പറയേണ്ടി വരിക എന്നതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. നിങ്ങളുടെ നല്ല കാലത്ത് എല്ലാവരും കൂടെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്കൊരു കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തിന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ പ്രഭാത ചിന്തകൾ എന്ന പേരിലും സായാഹ്ന ചിന്തകൾ എന്ന പേരിലും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാചകങ്ങളാണ്. ഈ വാചകങ്ങൾ ജീവിതത്തിൽ കുറെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം വാചകങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരുപാട് അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ഇന്നത് വലിയ സമൂഹത്തിന് ഇത്തരം വാചകങ്ങൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിവ് നൽകിയിരിക്കുകയാണ്. അത്തരം ഒരു ദയനീയാവസ്ഥ ഈരാറ്റുപേട്ടയുടെ മുനിസിപ്പൽ കൗൺസിലർ കൂടെയായ അമീൻ പിട്ടയിൽ എന്ന സഹോദരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ടയെ കുറിച്ചാണ് വായിക്കാതെ പോകരുത്. ഗതികേട് കൊണ്ടാണ് എഴുതുന്നത്. ഉച്ചത്തിൽ കാറ് വിളിച്ചാലും ഇവിടെ ആരും കേൾക്കില്ല എന്നറിയാം. ഈയക്കട്ടയുടെ കരുത്തുള്ള മനസ്സായി പോയല്ലോ എല്ലാവർക്കും. മീനച്ചിലാർ കവിഞ്ഞൊഴുകുമ്പോൾ മുങ്ങിപ്പോയ 700-ലധികം വീടുകൾ, തകർന്നടിഞ്ഞ 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ, ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ ആയിരങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട നിരവധി സഹോദരങ്ങൾ, 300 കോടിയുടെ നാശനഷ്ടങ്ങൾ, 100 കണക്കിന് പേർ മണ്ണടിയാതെ പോയത് റബ്ബിന്റെ കാരുണ്യം കൊണ്ടും ഇവിടെയുള്ള 500-ലധികം റെസ്ക്യൂ പ്രവർത്തകരുടെ ജീവൻ മരണ പോരാട്ടം കൊണ്ടും. പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ ലീഗിനെ നെഞ്ചിലേറ്റിയ കൈവിടാത്ത സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന തെക്കിലെ ഈ തുരുത്തിന് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇവിടെയുള്ള പ്രവർത്തകർ അനാഥരായി. 5 മന്ത്രിമാരുടെ വീമ്പ് പറഞ്ഞ പാവങ്ങൾക്ക് തലകുനിക്കേണ്ട ഗതികേട്. ഒരു ജനപ്രതിനിധിയുടെ നിഴൽവെട്ടം പോലും എത്തിയില്ല. ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്കെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരൊറ്റ യൂത്ത് ലീഗ് നേതാക്കളുടെ മിസ്ഡ് കോള് പോലും വന്നില്ല. PK ഫിറോസ് വിളിച്ചു വച്ചതേയുള്ളൂ എന്ന് കുറെ പാവം വൈറ്റ് ഗാർഡ് അംഗങ്ങളോട് കള്ളം പറഞ്ഞു പറ്റിച്ചു. വളരെ വിഷമം തോന്നിയ ഒരു വരിയാണ് അദ്ദേഹം എഴുതിയിട്ടതിൽ. വളരെ വിഷമം തോന്നിയ ഒരു വരിയാണ്. PK ഫിറോസ് ഇപ്പോൾ വിളിച്ചു വച്ചതേയുള്ളൂ എന്ന് വൈറ്റ് ഗാർഡ് അംഗങ്ങളോട് പറയേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥ. നമ്മളുടെ നേതൃത്വം നമ്മളെ വിളിച്ചിരുന്നു. അവർ നമ്മളുടെ ആവശ്യങ്ങളും നമ്മളുടെ അവസ്ഥകളും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ എത്തിച്ചേരും എന്ന് ആ സഹപ്രവർത്തകരോട്, പ്രളയാനന്തര ഈരാറ്റുപേട്ടയെ കെട്ടിപ്പടുക്കുന്നതിന് കഷ്ടപ്പെടുന്ന ആ വൈറ്റ് ഗാർഡ് അംഗങ്ങളോട് ഒന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ ഏറെ വേദനിപ്പിക്കുന്നതാണ്. പാർട്ടിയുടെ സ്റ്റേറ്റ് നേതാക്കന്മാർ, മന്ത്രിമാർ, MLA-മാർ വരുന്നതും സഹായങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നതും കാത്തിരുന്ന നാട്ടുകാർക്ക് ഒരു കാലിച്ചായയുടെ ഗുണം പോലും ഉണ്ടായില്ല. അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഉന്നത നേതാക്കളെ ബന്ധപ്പെട്ട് വിവരം ധരിപ്പിച്ചിരുന്നു. ദക്ഷിണ അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ തമ്പടിച്ച് അതിജീവനത്തിനായി ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. തലകുനിച്ചു നിൽക്കേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകർ. 10 കൊല്ലം ഒരൊറ്റ ഹൃദയം പോലെ പ്രവർത്തിച്ച യൂത്ത് ലീഗ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KM മാഹീൻ വിളിച്ചിട്ട് പോലും പല MLA-മാരും തിരക്കിലാണ്. ഒന്ന് തിരിച്ചു വിളിക്കാൻ പോലും പലർക്കും സാധിച്ചില്ല. മഹാമാരികൾ മുമ്പ് കേരളത്തിൽ ഉണ്ടായപ്പോൾ കയ്യിൽ കിട്ടിയതുമായി എല്ലാ പ്രദേശങ്ങളിലേക്കും ഓടിയെത്തി ഈരാറ്റുപേട്ടക്കാരെ ഒന്ന് ചേർത്ത് പിടിച്ചത് ഇടുക്കിയിലെ മുസ്ലിം ലീഗുകാരാണ്, യൂത്ത് ലീഗുകാരാണ്. ഞങ്ങൾക്കിവിടെ ബോർഡ് ചെയർമാനോ അംഗമോ വേണ്ട, ഒരു പേഴ്സണൽ സ്റ്റാഫ് വേണ്ട. പാർട്ടി അത്യാഹിത വിഭാഗത്തിൽ കിടക്കുമ്പോൾ സംരക്ഷിക്കാൻ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും കഴിയാതെ പോയതിൽ ലജ്ജിക്കുകയാണ്, തല താഴ്ത്തുകയാണ്. ഉറവ പറ്റാത്ത കാരുണ്യം വർഷിക്കുന്ന പാരമ്പര്യമുള്ള പാർട്ടി നേതൃത്വം സഹായത്തിന്റെ ഹസ്തവുമായി ഇവിടേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷയോടെ നിസ്സഹായ അവസ്ഥയോടെ അമീൻ പിട്ടയിൽ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ്, കോട്ടയം. ലീഗിനും ലീഗിന്റെ അധികാരത്തിനും വേണ്ടി ഒരായുഷ്കാലം മുഴുവനും എല്ലാം സമർപ്പിച്ച് മുസ്ലിം ലീഗിനു വേണ്ടി ചങ്കും കരളും പറിച്ചു കൊടുക്കാൻ തയ്യാറായ, സ്വന്തം ജീവിതവും കച്ചവടവും സാമ്പത്തികവും എല്ലാം മുസ്ലിം ലീഗിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ ഒരു സമൂഹമാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. അതിന്റെ എല്ലാ രാഷ്ട്രീയപരമായ നേട്ടങ്ങളും മുസ്ലിം ലീഗിന് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഒറ്റയ്ക്ക് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. പാർട്ടിക്കു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും സാമൂഹികമായും എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ട്
ഒരു ആവശ്യം വന്നാലല്ലേ ഈ ബന്ധങ്ങളും അധികാരവും ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് കരുതിയിരുന്നവർക്ക് സ്വന്തം സഹപ്രവർത്തകരുടെ മുന്നിൽ, സ്വന്തം നാട്ടിലെ പ്രവർത്തകർക്ക് മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥയാണ്. സ്വന്തം നേതാക്കളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടി അവഗണിക്കപ്പെട്ട നിസ്സഹായാവസ്ഥയിലും മിണ്ടാതിരുന്നവർ, പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കള്ളം കൊണ്ട് പിടിച്ചു നിന്നവർ. പക്ഷേ അവർക്ക് ഈ വെള്ളപ്പൊക്ക ദുരിതത്തെക്കാളും ഏറ്റവും ഹൃദയം നൊന്തത് സ്വന്തം നേതാക്കളുടെ അവഗണനയാണ്. അവഗണനയുടെ പരകോടിയിലാണ് പലരും പലതും വിളിച്ചു പറയുന്നത്. ഞാനിത് രാഷ്ട്രീയപരമായിട്ടിടുന്ന പോസ്റ്റല്ല, മറിച്ച് ഈരാറ്റുപേട്ടയെ വീണ്ടെടുക്കുന്നതിനും അവകാശങ്ങൾ ലഭിക്കുന്നതിനും അവഗണിക്കപ്പെടാതിരിക്കുന്നതിനും നീതിബോധമുള്ള എല്ലാവരുടെയും പിന്തുണ ഈരാറ്റുപേട്ടയ്ക്ക് ആവശ്യമാണ്. പക്ഷെ നോക്കൂ, അന്നും ഇന്നും ലീഗിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട യൗവനം, അന്നും ഇന്നും ലീഗ് അധികാരത്തിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെയും ഈരാറ്റുപേട്ടയുടെയും പ്രതാപകാലത്ത് ഈരാറ്റുപേട്ടയിൽ വന്ന് പ്രസംഗിക്കുവാനും ജനലക്ഷങ്ങളെ കണ്ട് കോരിത്തരിക്കുകയും ചെയ്ത നേതാക്കൾ, അവർ ഇന്ന് അവർക്ക് ഒരു ആവശ്യം വന്നപ്പോൾ, ഈരാറ്റുപേട്ടയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ, ഇന്ന് ഈരാറ്റുപേട്ടയ്ക്ക് ഒരു ദുരിതം ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവരെ തിരിഞ്ഞു നോക്കുന്നില്ലാത്ത ദയനീയമായ അവസ്ഥയാണ്. മുഖ്യമന്ത്രി പോയിട്ട് ലീഗിന്റെ നേതാക്കൾ പോലും ആ പ്രളയബാധിത ദുരിത പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ദയനീയമായ അവസ്ഥ. സർക്കാരിന്റെ ഒരു പ്രളയ ക്യാമ്പ് പോലും സംഘടിക്കപ്പെടാതെ തഴയപ്പെട്ട, പരസ്പര സഹായ സഹകരണങ്ങൾ കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു ജനതയാണ് നമുക്ക് ഈരാറ്റുപേട്ടയിൽ കാണാൻ സാധിക്കുന്നത്. അവർ അതിജീവനത്തിന്റെ പാതയിലാണ്, അതോടൊപ്പം തിരിച്ചറിവിന്റെ പാതയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈരാറ്റുപേട്ടയുടെ പ്രതാപം തിരിച്ചെടുക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.